പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വല്ല സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന ക്ലിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ച് 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് ഇറങ്ങിത്തിരിച്ച സ്ഥലത്ത് വന്നപ്പോൾ യേശു ഇല്ല എന്ന് കണ്ട ഒരു അനുഭവത്തിൽ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നു. ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ നിങ്ങൾ? ഇറങ്ങിത്തിരിച്ചപ്പോൾ യേശു ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നേ. ഒരു ജീവിതം അതുപോലെ ആയിരുന്നു. ഭയഭക്തിയുള്ള ജീവിതം, പ്രാർത്ഥന, ആരാധന, ആത്മീയ അനുഭവങ്ങൾ, രക്ഷയുടെ സന്തോഷം, പ്രത്യാശയുടെ സമൃദ്ധി, നീതി ചെയ്യുന്ന സമൃദ്ധി, വിശ്വാസത്തിലും സകല പരിജ്ഞാനത്തിലും സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി, സന്തോഷ സമൃദ്ധി, കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയുടെ സമൃദ്ധി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അതുണ്ടോ ഇന്ന്? ഇല്ലെങ്കിൽ യേശു മിസ്സായി. യേശു ഇല്ല. സമൃദ്ധി വന്നപ്പോൾ നീ വചനപുസ്തകം തള്ളിക്കളഞ്ഞെങ്കിൽ യേശു എൻ്റെയും നിന്റെയും കൂടെ ഇല്ല. ഞാനും എന്നെ കൂടി ചേർത്ത് പറയുക. എനിക്ക് ഭൗതികമായി സമൃദ്ധി അധികം ഉണ്ടാക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. എന്ന് വെച്ച് സമൃദ്ധി ഉള്ളവരൊക്കെ ഞാൻ കുറ്റം പറയാമെന്ന് ചിന്തിക്കല്ലേ. നിങ്ങളെ തന്നെ ശോധന ചെയ്തോണം. നിന്റെ സമൃദ്ധി ഉള്ളപ്പോഴും നിനക്ക് ദൈവസന്നിധിയിൽ നിന്ന് കരയാനും പ്രാർത്ഥിക്കാനും രോഗശാന്തി പ്രാപിക്കാനും കർത്താവിൽ നിന്ന് പ്രാപിക്കാനും ഒക്കെ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അപകട മേഖലയിലൂടെയാണ് നീയും പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കും. വചനം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് ആരുടെ അവകാശം വേണ്ടല്ലോ. ഇവിടെ പിതാക്കന്മാർ പട്ടിണി കിടന്ന് തന്ന ഉപദേശമായത്. പിതാക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പൻ്റെ അപ്പന്മാരും അപ്പന്മാരും ഒന്നും അല്ല. അപ്പോസ്തലന്മാരായ നമ്മുടെ പിതാക്കന്മാർ. ഞാൻ അവരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. കേട്ടവരൊക്കെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ അവരുടെ ബയോഡേറ്റ, അവരുടെ ബാങ്ക് ഡിപ്പോസിറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കൊത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിന്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 11, 12, 13. 1 കൊരിന്ത്യർ 4-ന്റെ 10 കൂടി ഞാൻ വായിക്കാം. ഞങ്ങൾ ലോകത്തിൽ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ, ശിഷ്യന്മാരുടെ ബയോഡേറ്റയാണ് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9, 11, 12, 13 വാക്യങ്ങൾ. വേറെ പല സ്ഥലങ്ങളിലും കിടപ്പുണ്ടത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പല ഭാഗങ്ങളിലും അപ്പോസ്തലന്മാരുടെ അനുഭവിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിവരിക്കുന്നുണ്ട്. കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാം കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. കൂടെ നടക്കുന്നവന്റെ കള്ള സഹോദരന്മാർ കൂടെ നടന്നുകൊണ്ട് പണി ഒപ്പിക്കുക. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി. ഹല്ലേലൂയ. പക്ഷെ അതെല്ലാം ഞാൻ സന്തോഷത്തോടെ, എനിക്കെതിരെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉടനെ തന്നെ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് പുള്ളിക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അല്ല ചീത്ത പറഞ്ഞു കുഴപ്പമില്ല. കാണുമ്പോൾ ഞാനൊരു ബിരിയാണി മേടിച്ചു തരാം. അതാ ഞാൻ പറയുന്നത്. എന്നെ ശപിക്കുകയല്ല, അതാ എൻ്റെ സന്തോഷം. ഇത് പെന്തക്കോസ്തുകാര് എന്ത് ചെയ്യുക? ഒന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം പറയാത്തവൻ. ഹല്ലേലൂയ. പകരം ശകാരിക്കാത്ത സ്വഭാവം യേശുവിൻ്റെ, പകരം ചെയ്യാത്ത സ്വഭാവം യേശുവിൻ്റെ. ചെകിട്ടത്തടിച്ചപ്പോൾ ഞാൻ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് സംസാരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമുക്കുണ്ടാകണം. അത് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം പഠിച്ച് അത് പ്രാപിച്ചെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരുത്തം പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം, പൗലോസ് പഠിപ്പിച്ച ഉപദേശം പാസ്റ്റർ മുഴുവൻ തകർത്ത് കളഞ്ഞു. ആ മാന്യ സഹോദരനെ ഓർത്ത് ഞാൻ കരയുക.
കാരണം വാരിക്കോരി കൂട്ടി വെച്ചിരിക്കുക കോടികള്. കഞ്ഞിക്ക് വകയില്ലാതെ നടന്ന സമയത്ത് തട്ടിപ്പും വെട്ടിപ്പും ചതിവും ഒക്കെ ആരാണ്ട് കാണിച്ച് അതെല്ലാം പോയി കണ്ട് അതെല്ലാം ചെയ്ത് കാശുണ്ടാക്കി കൂട്ടി കാശ് കൂടി വന്നപ്പോഴപ്പോൾ പൗലോസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞതും യോഹന്നാൻ പറഞ്ഞതും യാക്കോബ് പറഞ്ഞതും യൂദ പറഞ്ഞതും കർത്താവ് പറഞ്ഞതൊന്നും പുള്ളിക്ക് വെറും കഥ പോലെയായി. ഇന്നും ചപ്പിന്റെ ചെവറയും പിറകെ ഓടിക്കൊണ്ടിരിക്കുക. അവരെ ഓർത്ത് ഞാൻ കരയുക, ചിരിക്കുകയല്ല, പരിഹസിക്കുകയല്ല, കരയുക. ഞാൻ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ആത്മീയ കുളത്ത് കിടന്ന് തരികിട കാണിച്ച് വചനം വിറ്റ് തിന്നുന്ന ദുരുപദേഷ്ടക്കന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി കരയാൻ വേണ്ടി. എനിക്ക് അങ്ങനെയാ കർത്താവ് ആലോചന തന്നത്. പരിഹസിക്കാനും നിന്ദിക്കാനുമല്ല, കരയാൻ. 70 80 സംവത്സരം കഴിഞ്ഞാൽ അവർ എങ്ങോട്ടായി പോകുന്നേ? ഏതവസ്ഥയിലേക്കാ പോകുന്നേ? എൻ്റെ ജ്യേഷ്ഠന്റെ മോനോട് ഞാൻ പറഞ്ഞു, 70 80 സംവത്സരം കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താ മോനെ? ഇപ്പൊ നീ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ നിന്റെ അപ്പാപ്പനോടെ. അപ്പാപ്പാന്ന് വിളിച്ച് എന്നെ കുറെ ഉപദേശങ്ങൾ നൽകി. ഞാൻ പറഞ്ഞു അതെല്ലാം ഞാൻ കേട്ടു, സ്വീകരിച്ചു. ശരി, ഞാൻ ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് മരിക്കട്ടെ, ഒരു കർത്താവിന്റെ ദാസനായിട്ട് തന്നെ അങ്ങ് മരിക്കട്ടെ. എനിക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ളത്. നിന്റെ സ്ഥിതിയോ അപകടമല്ലേ? കാരണം ദുരുപദേഷ്ടക്കന്മാരാൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവര്. വിശ്വാസികളെ വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ ശുശ്രൂഷകന്മാർ നല്ലൊരു പങ്കും. വിശ്വാസികളുടെ സ്വത്രാഴ്ച മേടിക്കരുതെന്നോ ദശാംശം മേടിക്കരുതോ ഒന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ വചനത്തിന്റെ അവസ്ഥയാ. അതൊക്കെ വാങ്ങിച്ചോണം, ഭക്ഷിച്ചോണം, കാറ് മേടിച്ചോണം, വീട് മേടിച്ചോണം, എല്ലാം ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കയ്യിൽ കിട്ടിയിരിക്കുന്ന വിശ്വാസികളെ, ഉപദേശിയെ, കർത്താവിന്റെ വരവിൽ അവര് അതിനു മുൻപ് മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേറ്റ് വരണം. അല്ലെങ്കിൽ അവര് രൂപാന്തരം പ്രാപിക്കണം. ഇല്ലെങ്കിൽ കണക്ക് നീ ദൈവത്തോട് കൊടുത്തോണം. അതാ എൻ്റെ പ്രസംഗം. ഇപ്പൊ ഞങ്ങൾക്കൊന്നും അധിക കാലമൊന്നും ഇല്ല, ലോകത്തിന് തന്നെ അധിക കാലവും ഇല്ല. ഇന്നത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുക. ഹല്ലേലൂയ. ഒരു ടീച്ചർ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് കാറി വിളിച്ച ഒരു സംഭവം ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പലർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ. എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ സഹിക്കുമോ? തല്ലിക്കൊന്ന് കുടിച്ചു മൂടുകയല്ലേ. ഗൾഫ് രാജ്യങ്ങളിലെ പോലെ നിയമം എന്താ ഇവിടെ എടുക്കാത്ത? ഇത് നിയമവാഴ്ചയുള്ളൊരു രാജ്യമല്ലേ? ഈ MDMഉം കഞ്ചാവും മയക്കുമരുന്നുകളും പ്രോഡോണും ഒക്കെ കഴിച്ച് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേര് തമ്മിൽ തല്ലി ചാകുമ്പോൾ മയക്കുമരുന്ന് കഴിച്ച അപ്പനും അമ്മയും കെട്ടാൻ പോകുന്ന പെണ്ണിനെയും സ്വന്തം അനുജനെയും തലയ്ക്ക് ചുറ്റികടിച്ച് കൊന്ന് കൊലവിളി നടത്തുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവർ ഭൗതികം കൊയ്തെടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് മനുഷ്യനെ നന്നാക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ സമയമില്ല. നീ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴി നീങ്ങിപ്പോക മാത്രം വേണം. യെഹൂദക്രിസ്തുവിന്റെ കാലമാകുമ്പോൾ പീഡയുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഈ 7 വർഷത്തെ മഹോദ്രവകാലം. അതിന്റെ ആരംഭം ഇപ്പൊ തുടങ്ങിയെന്നാണ് പൗലോസ് പറയുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു തുടങ്ങി. തലവെട്ടി, കഴുത്തുവെട്ടി, ഒരുത്തനെ വെട്ടി നുറുക്കി 58 വെട്ടിയിട്ട് 59ാമത്തെ വെട്ടാൻ മഴുവായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വലിയ ആദർശം പ്രസംഗിക്കുക മൈക്ക് കിട്ടുമ്പോ. ഇതെന്താ കാര്യമെന്നറിയോ? ദാനിയേൽ പ്രവാചകൻ കണ്ട ആ പുസ്തകത്തിലെ നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബം, ബാബിലോൺ, മേദ്യ, പേർസ, ഗ്രീസ്, റോം, ബിംബത്തിന്റെ 4 പാർട്ടുകൾ. 4ാമത്തെ പാർട്ട് കളിമണ്ണും ഇരുമ്പും കൂടി ചേരാത്തതുപോലെ ചേരാത്തൊരു ഭരണ സംവിധാനം. പിണറായിയെ പോലെ 1000 ഭരണാധിപന്മാർ ഭരിച്ചാലും, ഉമ്മൻചാണ്ടിയെ പോലെ 1000 പേര് ഭരിച്ചാലും, അമേരിക്ക ഭരിക്കുന്ന ട്രംപിനെ പോലെയുള്ള 1000 പേര് ഭരിച്ചാലും ഈ രാജ്യം നന്നാകാൻ പോകുന്നില്ല. എന്താ കാര്യം? ഇരുമ്പും കളിമണ്ണും കൂടി ചേരുകയില്ല. മാനുഷിക ഭരണ സംവിധാനങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യന് ചേരുന്നില്ല. അതുകൊണ്ട് ഇതാ ഒരു 1000 ആണ്ട് വാഴ്ച കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്.
ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷത്തെ മഹോദരകാലം, ആ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ച, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുന്ന 1000 ആണ്ട് വാഴ്ച ദൈവപുത്രൻ ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോകുകയാണ്. ആ ഭരണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകും, പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ. ഞാൻ പ്രസംഗിച്ചു കൂട്ടിയിട്ട് ഞാൻ തലതിരിഞ്ഞു പോയാൽ എൻ്റെ കാര്യവും പോക്ക. ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങളുടെ അനിഷ്ടപ്രകാരം പോയാൽ നിങ്ങളുടെ കാര്യവും പോക്ക. പോരെ? ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പാസ്റ്റർമാരൊക്കെ എന്തോ സംഭവമാണെന്ന് ചിന്തിച്ചിരിക്കും. ഒരു സംഭവമല്ല. നമ്മുടെ TPM-കാര് പാസ്റ്റർമാരെ ദൈവങ്ങളെ പോലെ കാണുന്നു. അത് ഏറ്റവും വലിയ തെറ്റ്. കാരണം പൗലൂസ് പറഞ്ഞു, പൗലൂസ് ആര്, അപ്പല്ലോസ് ആര്, കേഫ ആര്? ഞങ്ങൾ പ്രസംഗിച്ചു, നട്ടു, സഭയുണ്ടായി, മറ്റേ ആൾ വന്ന് നനച്ചു. നടുന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല, വളരുമാറാക്കുന്നവനത്രേ എന്ന് പൗലൂസ് പഠിപ്പിച്ചു. ആ ഭാഗം ഒന്ന് പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ കൊണ്ട് വായിച്ച് പഠിച്ചേ. പൗലൂസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം പിടിച്ച് വഴക്കുണ്ടാക്കി, തമ്മിത്തല്ലി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം അതപ്പതിച്ച് ജീർണിച്ചിരിക്കുക. ചേർത്തലയിൽ ഞങ്ങളൊരു സഹോദരന്റെ, ഞങ്ങൾ ദേശത്ത് പോയി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ചർച്ചിലൊരു സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ ഏത് കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു? ഞങ്ങൾ IPC ആയിട്ട് നിൽക്കുക. ഞങ്ങൾ IPC ആണെങ്കിൽ ഇവിടെ ആലപ്പുഴ തൊട്ടിരുന്ന സ്ഥലം വരെ ഞങ്ങൾ പി തോമസിന്റെ കീഴിലും, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ നേരം ഞങ്ങൾ KC ജോണിന്റെ കീഴിലും. അപ്പൊ KC ജോണിന്റെ കീഴിലും പി തോമസിന്റെ കീഴിലും MA ശാമുവലിന്റെ കീഴിലും സാമ്പാറിന്റെ കീഴിൽ നിന്നുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. നീ കർത്താവിന്റെ കൂടെ ആണോ എന്നുള്ളതാണ് വിഷയം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നീ ക്രിസ്തുവിനെ അനുകരിക്കുന്നുവോ? യേശു ക്രിസ്തുവിനെ നോക്കുന്നുവോ? ക്രിസ്തുവിനെ മാതൃകയാക്കുന്നോ? അപ്പോസ്തലന്മാരെ മാതൃകയാക്കുന്നോ? അതാ ഈ ലോകത്തെ ജഡീകന്മാരെ മാതൃകയാക്കി മുമ്പോട്ട് പോകുന്നു. ഇവിടെ അവരൊക്കെ സുവിശേഷം വിറ്റ് നിന്നവരാണ്, അത് തിന്നുകൊണ്ടിരിക്കുക. കോടീശ്വരന്മാരായവരാ, ആയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചിലെ എല്ലാ പാസ്റ്റർമാരെ കുറിച്ച് പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാ പാസ്റ്റർമാരും ന്യൂ ജനറേഷനിലെയും മറ്റ് സംഘടനാ പാസ്റ്റർമാരും എല്ലാവരും അല്ല, ഒരു ചെറിയ ഗ്രൂപ്പ് നന്നായി ജീവിക്കുന്നവരുണ്ട്. കർത്താവിന്റെ പേരെ നന്നായി ചെയ്യുന്നവരുണ്ട്. അവർക്ക് കൂടി അപമാനം വരുത്തത്തക്ക നിലയിൽ മറ്റുള്ളവർ കൂടി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ കൈക്കൂലി മേടിച്ചു, ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഫ്ലെക്സിബിളായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ എല്ലാ പോലീസുകാരും അങ്ങനെയാണോ? അയ്യോ, നന്നായി അവരുടെ ദൗത്യം നിറവേറ്റുന്ന എത്രയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരുണ്ട്, SI-മാരുണ്ട്, DGP-മാരുണ്ട്. അവരുടെ ഇടയിലും വഷളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മുടെ നാട് നന്നാ കിടക്കുന്നതിന്റെ പ്രധാന കാരണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 10% ക്രിമിനൽസും മദ്യപാനികളും വഴിവിട്ട് നടക്കുന്നവരുണ്ടെന്ന് ആരാണ്ടും പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു 10 അല്ല 20 ഉണ്ട്, 20 അല്ല 30 ഉണ്ട്, 30 അല്ല 40 ഉണ്ട്. എല്ലാ വകുപ്പിലും അങ്ങനെ തന്നെ. ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിമുകളിലും അമാതൃകയായി ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവർ നിമിത്തം മറ്റുള്ള ചെറിയൊരു ഗ്രൂപ്പായിട്ട് നന്നായി ജീവിക്കുന്നവർക്കും അപമാനമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. സഹോദരങ്ങളെ, ഞാൻ ആരെയും വ്രണപ്പെടുത്താൻ പറയുകയല്ല. എനിക്ക് ക്രിസ്ത്യാനികളോടും ദൈവമക്കളോടും മാത്രമേ ഉള്ളൂ സംവാദം. മറ്റുള്ളവരോട് എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. കാരണം അവർ പ്രമാണം കിട്ടിയവരല്ല. പെന്തക്കോസ്ത് കോളത്തിൽ പെറ്റ് വളർന്ന് ജീവിച്ചു വരുന്നു എന്ന് പറയുന്ന നിങ്ങളോട്, ഇന്ന് പെന്തക്കോസ്തുകാരായി പാട്ടും പാടി നടക്കുന്ന ജഡീകന്മാരുമായിട്ടുള്ളവരോടാണ് എനിക്ക് സംവാദം. എങ്ങനെ ഇരിക്കും നമ്മുടെ ആത്മീയ നിലവാരം? പ്യൂർ വചനം പറയുമ്പോൾ എതിർക്കുക, ചപ്പും ചവറും പറയുമ്പോൾ ചെവി കോർത്ത് കേട്ട് അവർക്ക് ഓശാന പാടി അവർക്ക് ഭൗതികം വാരിക്കോരി കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ക്രൈസ്തവ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതെങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വീണെന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരാം, ഇതെല്ലാം നിന്റേതാകും.
സഹോദരങ്ങളെ, സുവിശേഷ നിമിത്തം ആരെങ്കിലും കോടികൾ സമ്പാദിച്ച് വീട് വാങ്ങി, കാറ് വാങ്ങി, തോട്ടങ്ങൾ വാങ്ങി നിങ്ങൾ സുഖിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകടരേഖയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ച് കരയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ചിന്തകൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കത് വളരെ സത്യമാണ് എനിക്ക് തോന്നി. ഓരോ അധ്യായം വായിക്കുമ്പോൾ കർത്താവേ, ഈ വേദാശങ്ങളോട് എന്നോട് സംസാരിക്കണമേ, ഏത് വേദഭാഗങ്ങളോട് എന്നോട് ഇടപെടുമാറാകണമേ, ഇതിലത്തെ മർമ്മങ്ങൾ സംസാരിക്കാൻ കൃപ തരണമേ. വിത്ത് വിതയ്ക്കുന്ന ഹോമം ഇന്ന് രാവിലെ ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാനിടയായി. അതിൽ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഈ അത്യുൽപാദന ശേഷിയുള്ള ദൈവവചനം വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തുകാരോട് ഞാൻ ആത്മാവിൽ എരിവോട് ചോദിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ, ഏതെങ്കിലും ഒരു പാസ് വചനം വിതച്ചു കാണുമല്ലോ. ഇന്നിപ്പോ വചനം വിതയ്ക്കലൊന്നുമില്ല, ഇന്ന് പാട്ടുപാടി തിമിർക്കുക. ദൈവവചനം വിതയ്ക്കുന്നവർ വളരെ കുറവാണ്. അത് പ്രാർത്ഥിച്ച് ആത്മാവിൽ വിതയ്ക്കുന്നവർ അതിലും കുറവാണ്. പാട്ടുപാടി തിമിർക്കുക. ഒരു പാട്ട് കൊണ്ടൊരു സഭായോഗം, പാട്ടിലൂടെ ദൈവനോട് സംസാരിച്ചു, പാട്ടിലൂടെ ദൈവനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. പിന്നെ എന്തിനാ ഈ വചനം? വേറെ വല്ല പണിക്ക് പോരുതോ? നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹെഡിങ്ങിലേക്ക് ഞാൻ വരിക, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങളിൽ സമർപ്പിച്ച് ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്ന എത്ര ദൈവമക്കളുണ്ട്. രാവിലെ എഴുന്നേറ്റ മൊബൈൽ തപ്പി മൊബൈലിൽ കൂടി കൊടുക്കുന്ന ചീഞ്ഞളിഞ്ഞ മെസ്സേജുകളും വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ അല്ലേ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപകട മുന്നറിയിപ്പ് ഞാൻ തരിക, നിന്റെ വിക്കറ്റും കൊണ്ട് സാത്താൻ നമ്മെ പോകും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ഏദൻ പൂങ്കാവനത്തിൽ ആദിമ പിതാക്കന്മാരെ തോൽപ്പിച്ച സാത്താൻ എന്നെയും നിന്നെയും തോൽപ്പിക്കരുത്. പെന്തക്കോസുകാരാ, പെന്തക്കോസുകാരി, എന്നെയും നിന്നെയും തോൽപ്പിക്കരുത്. ഇന്നത്തെ ക്രൈസ്തവ കോളം തോറ്റ് തൊപ്പിയിട്ട് കിടക്കുക. അവിടെ ആത്മരക്ഷ തകർന്ന് തരിപ്പണമായി കിടക്കുക. കർത്താവിന്റെ വരവിനെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. സ്വർഗരാജ്യം, ദൈവരാജ്യം, വിശുദ്ധി, വേർപാട് ആദ്യമായ വിഷയങ്ങൾ പ്രസംഗിക്കുന്നില്ല. എനിക്ക് കർത്താവ് ആ വചന വെളിപ്പാട് തന്ന അന്ന് മുതൽ ഇതുവരെ അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ഇച്ചിരി പ്രസംഗത്തിന്റെ ശൈലി, വചന വെളിപ്പാടുകൾ കുറവായിരുന്നു. ഇന്നിപ്പോ കൂടി വരുന്നതുകൊണ്ട് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രസംഗിച്ച് ഒരു രക്തസാക്ഷിയായോ മരിച്ചോ ഞാൻ പോട്ടെ, എനിക്കതിലൊരു വിഷമമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എങ്ങനെ മരിക്കുന്നു, ഏത് രീതിയിൽ മരിക്കുന്നു എന്ന് നോക്കാറില്ല. മരണമല്ല വിഷയം, ജീവിതമാണ്. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ജീവിക്കുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ലെന്നൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഈ വചനം പ്രസംഗിച്ച് നിങ്ങളെ മനസ്സ് പഠിപ്പിക്കുകയല്ല, നിങ്ങളെ എൻകറേജ് ചെയ്യുക. കർത്താവിന്റെ ഒരുക്കുക. ഒരു കച്ചിത്തുരുമ്പ് പോലും കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇവിടെ നിങ്ങൾ കൊണ്ടുപോകത്തില്ല. ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത്, ഇന്നത്തെ ലോകമനുഷ്യരുടെ കാര്യം എന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞ ശേഷം വിശ്വാസികളുടെ പറയാം, 5-6 ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ കാർഡ് വെച്ച് പ്ലഗ് ചെയ്ത് കാശ് എടുത്ത് സുഖിച്ചു കൊണ്ടിരിക്കുന്ന സുഖിയന്മാരായ കോടീശ്വരന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. രാഷ്ട്രീയ ഫീൽഡിലുള്ളവരും പിന്നെ സിനി ഫീൽഡിലുള്ളവരും ലോകത്തിന്റെ സകല മ്ലേച്ഛതയുടെ അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ഇതാണ്.
ഇഷ്ടംപോലെ കാശുണ്ട്. പണം നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. കർത്താവ് വന്ന് സഭ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടി മുട്ടി നീ ചാവും. ഞാൻ അതിനെക്കുറിച്ച് ഒരു ആവറേജ് മനസ്സിലാക്കിയ കാര്യം വേഗത്തിൽ പറയാം. അതായത് കർത്താവ് വന്ന് സഭ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ് ഇവിടെ വരുന്നത്. ഏകലോക ഗവൺമെന്റ്, ഒരു നിയമം, ഒരൊറ്റ രാജ്യമായി ഈ ഭൂമി മുഴുവൻ തീരും. 260 പരം രാജ്യങ്ങൾ, 260 രാഷ്ട്ര തലവന്മാർ, അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ ഭരിക്കുന്നത്, അവരുടെ തന്നെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭരിക്കുന്നത്. അവരുടെ ലാഭം കൊയ്യാൻ വേണ്ടി അവർ ഭരിക്കുക. ഇപ്പൊ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് കേരളക്കാരുടെ അവരുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും തിരികെ കയറ്റി യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും 5-6 ലക്ഷമാണ് ഒരു മാസം വീട്ടിൽ വന്ന് കയറുന്നത്. ഇത് രഹസ്യമായൊരു പരസ്യമായത്, ഞാൻ മറ്റുള്ളവരാരും കേൾക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. തന്നിഷ്ടം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ തൂത്തെറിഞ്ഞ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ലിനെ കുറിച്ച് ദാനിയേൽ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് കമ്പിവാചകം പോലെ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഭാഗം. സ്തോത്രം. കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് ഈ രാജാവ് കണ്ട ബിംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു. അതൊന്നും ഇവിടെ പ്രസംഗിക്കാൻ ആളില്ല കേട്ടോ. ഏതാണ് ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്? ഏതാണ് ഈ ബാബിലോൺ സാമ്രാജ്യം? മേദ്യ പേർസ്യ ബാബിലോൺ മേദ്യ പേർസ്യ ഗ്രീസ് റോം 4 സാമ്രാജ്യം ഏതാണ്? മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട സാമ്രാജ്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ. അതിൽ റോമൻ സാമ്രാജ്യമാണ് ഏറ്റവും ക്രൂരമായ ഒരു ഭരണ സംവിധാനം. അത് നമ്മുടെ കർത്താവ് ജനിച്ചു വീണ സമയത്ത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന റോമൻ ഭരണമായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടത്, സുവിശേഷ വിരോധികൾ ഭക്തന്മാരെ പിടിച്ച് ചെവിയിലും മൂക്കിലും ഒക്കെ എന്ത് ചെയ്യും? ഈയം ഉരുക്കി ഒഴിക്കുമെന്ന്. ഹല്ലേലൂയ. അവർ നടത്തിയ പീഡകളെ കുറിച്ച് ഞാൻ പറയാൻ പോയാൽ എനിക്ക് തന്നെ വേദനയുണ്ട് വരും, കേൾക്കുന്ന നിങ്ങൾക്കും അത് വേദനയാകും. 1-2 എണ്ണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രിസ്തുവിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഭരണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അഗാധകൂപത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന മൃഗം മനുഷ്യനെ കുത്തുമ്പോൾ ആ വേദന 6 മാസം നിലനിൽക്കും. അന്ന് മരണം കൊതിക്കും, മരിക്കാൻ ഇഷ്ടപ്പെടും, മരിക്കാനായിട്ട് നമ്മൾ ദാഹിക്കും, ആഗ്രഹിക്കും, കൊതിക്കും, ഇഷ്ടപ്പെടും. നടക്കില്ല. ക്രിസ്തുവിന്റെ പീഡയുടെ ഓരോ വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ അത് വലിയ ദുഃഖമാണ്. 2 വൃക്ഷങ്ങൾ, അടുത്തടുത്ത് നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ കൊമ്പുകളെ ചായ്ച്ചിട്ട് ഒരു ക്രിസ്തു വിശ്വാസിയുടെ കാല് ഒരു കൊമ്പിലും മറ്റേ കാല് മറ്റേ കൊമ്പിലും ചേർത്ത് വെച്ച് കെട്ടിയിട്ട് കൊമ്പങ്ങ് വിടുമ്പോൾ മനുഷ്യൻ 2ആയിട്ട് കീറി പിളർന്ന് മരിച്ച് അലറി വിളിച്ച് മരിക്കുന്ന ഭീകരമായ രംഗങ്ങൾ ജോസീഫസും മറ്റ് ചരിത്രകാരന്മാരും എഴുതി വെച്ച ചരിത്ര പുസ്തകത്തിലെ പഠനങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ദൈവസഭ ഏറ്റ പീഡ ഭയങ്കരമായിരുന്നു. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ യഹൂദ ജാതി ഏറ്റ പീഡ ഭയങ്കരമായിരുന്നു. 2 പീഡകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഡകളായിട്ട് ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് തരുന്നത്. 1 യഹൂദന്റെ പീഡാകാലം, 2 സത്യക്രിസ്ത്യാനികളായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവമക്കളുടെ പീഡാകാലം. ആ ദൈവമക്കൾ അനുഭവിച്ച പീഡകളുടെ യാതൊന്നും തന്നെ ഇപ്പോഴില്ല, ചെറിയ തോതിലേ ഉള്ളൂ. അതാ ധർമ്മത്തിന്റെ മർമ്മം. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ പീഡകൾ ഉടനെ പുനരാരംഭിക്കാൻ പോകുകയാണ്. ഉഴപ്പിയടിച്ച് നടക്കുന്ന പെന്തക്കോസുകാരെ, ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഈ 4 ഭരണ സംവിധാനങ്ങളെയും തകർത്തിട്ട് കൈതൊടാതൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും നിശ്ചയവും
അർത്ഥവും സത്യവുമാകുന്നു. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം 4 സാമ്രാജ്യം ഈ ഭൂമി അടക്കി വാണു എന്ന് നമ്മൾ കണ്ടു. ഈ ഭരണ സംവിധാനങ്ങളുടെ പിന്തുടർച്ചക്കാരായിട്ടാണ് റോമൻ സാമ്രാജ്യം വന്നത്. റോമൻ സാമ്രാജ്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഭരണമാണ് രാജഭരണവും ജനാധിപത്യവും ഒക്കെ, ഡെമോക്രസി. യഥാർത്ഥ ജനാധിപത്യം എങ്ങുമില്ല, ആ പേര് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. മട്ടൻ കൂട്ടി ബിരിയാണി കഴിക്കാൻ ഹോട്ടലിൽ ചെന്നിരുന്നു. കഥയാ. ആദ്യം 2-3 കഷ്ണം മട്ടനൊക്കെ കിട്ടി, അത് കഴിഞ്ഞ് കിട്ടിയത് മുഴുവൻ പോത്തിന് പോലെ ഇരിപ്പുണ്ട്. ചോദിക്കാൻ പറ്റുമോ നാണക്കേട് കൊണ്ട്? പറ്റിച്ചിരിക്കുക, ചതിച്ചിരിക്കുക. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിക്കുക മനുഷ്യനെ. ലോകത്ത് നടക്കുന്ന മുഴുവൻ ചതിയാ. ഈ ലോകം ഒരു വലിയ മായച്ചന്തയാ. 33-34 പ്രാവശ്യത്തോളം സഭാപ്രസംഗി എന്ന പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം, മായ മായ മായ, സകലതും മായ. ഈ മായയിൽ മുങ്ങിപ്പോയി ആ എഴുതിയ ഭക്തനും 700-300 മായയായ സംഘത്തോട് ചേർന്ന് തൻ്റെ ഇടപാടും തീർന്നു. ഒരു വൃക്ഷത്തെ പറിച്ചു കളഞ്ഞതുപോലെ ശലോമനെ ദൈവം പറിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? ദൈവശബ്ദം കേട്ടവൻ, ദൈവിക ദർശനം പ്രാപിച്ചവൻ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അനുഗ്രഹീതനായ ലോകം മുഴുവൻ വാഴ്ത്തി പുകഴ്ത്തിയ രാജാവായ സൊളമൻ തൻ്റെ ഭാര്യമാരുടെ വിഗ്രഹങ്ങൾക്ക് ധൂപമർപ്പിക്കാൻ പോയി എന്ന ഏക കാരണത്താൽ അവരെ ദൈവം തള്ളിക്കളഞ്ഞു. ഇന്ന് വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പെന്തക്കോസ്ത് സമൂഹം? മക്കൾ വിഗ്രഹങ്ങളല്ലേ? പണം വിഗ്രഹമല്ലേ? തോട്ടങ്ങൾ വിഗ്രഹമല്ലേ? കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാം വിഗ്രഹങ്ങളല്ലേ? ആ വിഗ്രഹങ്ങൾ കിടക്കുന്നുണ്ടല്ലേ കർത്താവിനെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത്? വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ദൈവപാദത്തിൽ വന്നാലല്ലേ വല്ല ഗുണമുള്ളൂ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ദൈവവചനം കൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളാണ് നമ്മളെന്ന കാര്യം മറന്നു പോകരുത്. നീ രാവിലെയും വൈകുന്നേരവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇഷ്ടാനുസരണം ഫുഡ് കഴിച്ചൊക്കെ ജീവിക്കുന്ന ആളായിരിക്കാം, അതൊക്കെ ഓക്കെ. അതിനേക്കാൾ ഉപരി ദൈവവചനം ഭക്ഷിക്കുകയും ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്ര വാരിക്കോരി കൂട്ടി വെച്ചാലും അതെല്ലാം വിട്ടിട്ട് നരകക്കുഴിയിലേക്ക് പോയി കിടക്കേണ്ടി വരും. ധനവാനെ ലാസറിനെ ഞാൻ എപ്പോഴും പ്രസംഗിക്കും, എപ്പോഴും പ്രസംഗിക്കണം. അത് ലോകത്തിലൊരു അല്ലലില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ ധനവാൻ, മറ്റവന് തിന്നാൻ പോലും ഇല്ലാത്തവൻ. അവസാനം എന്തോ പറ്റി? യാതനാ സ്ഥലത്ത് വലിയ ശക്തിയേറിയ ചൂടനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് തൻ്റെ പറമ്പിന്റെ അരികത്ത് കിടന്ന ആ ലാസർ, അബ്രഹാമിന്റെ മടി എന്ന് വിശേഷിപ്പിക്കുന്ന പർദീസയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ലാസറിനെ അയച്ച് ഒരിറ്റു വെള്ളം എൻ്റെ നാവിനെ തന്നെന്ന് തണുപ്പിക്കണമെന്ന് എഴുതി വെച്ച ആ വചനങ്ങൾ നിങ്ങൾക്ക് ഏതുമില്ലയോ? ഞാനത് വായിച്ച് ഭയപ്പെടുക കിടന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും നിലയിൽ നമ്മൾ യാതനാ സ്ഥലത്ത് പോയി വീണാൽ നമ്മുടെ അവസ്ഥ എന്ത്? ഏതെങ്കിലും നിലയിൽ പിശാചി നിന്നെ തെറ്റിച്ചുകൊണ്ട് യാതനാ സ്ഥലത്ത് ചാടിച്ചാൽ എൻ്റെ നിന്റെ അവസ്ഥ എന്ത്? ഞാൻ അതിനെ ഭയപ്പെടുന്നല്ല, വേറെ ഒന്നുമില്ല. പിശാചി തന്നെ കൽപ്പമേ കാലമുള്ളെന്ന് കരുതി മഹാക്രോധത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. നീ വചനം ഭക്ഷിക്കേ. ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമച്ചുകളെയും വേർപിരിക്കുന്നത് തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കേണ്ടതുമാകുന്നു. ഈ വചനം നമ്മളിൽ ക്രിയ ചെയ്യട്ടെ. വചനം നമ്മളിൽ രൂപാന്തരം ഉണ്ടാകട്ടെ.
ഈ പത്യവചനം, പത്യോപദേശം ഇത് തന്നെ നീ കേൾക്കണം. അന്യതോപദേശം കേട്ടാൽ നിന്റെ ഇടപാട് തീർന്നു. ഇന്ന് പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ചുകൊണ്ടിരുന്ന അനേക പാസ്റ്റർമാർ ഇന്ന് ചപ്പും ചവറും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർ ഇന്റർനാഷണൽ പ്രാസംഗികന്മാരായി ഇന്ന് അമേരിക്കനാണെങ്കിൽ നാളെ ലണ്ടനിൽ, അത് കഴിഞ്ഞ് ദുബായ്, അത് കഴിഞ്ഞ് ഖത്തർ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് ദൈവം എന്നെ ദൈവം അല്ല നിന്നെ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായിട്ടാണ് നീ പ്രവർത്തിക്കുന്നത്. നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പൗലോസ് പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി, അതാ ശുശ്രൂഷ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി നിർബലത്തോടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ദുഷ്ടനായ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സഹോദരങ്ങളെ, പെന്തക്കോസ്ത് സമൂഹമേ, നമ്മെ തോൽപ്പിക്കരുത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥ നീ പാലിക്കുന്നില്ലെങ്കിൽ, ദൈവകൃപ നിനക്കില്ലെങ്കിൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നീ നിലനിൽക്കുന്നില്ലെങ്കിൽ, ആത്മശക്തി, പരിശുദ്ധാത്മ ശക്തി നിന്നിൽ ഇല്ലെങ്കിൽ, നീ ദൈവകൃപയിൽ വലയം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, സാത്താൻ നിന്നെ തോൽപ്പിക്കും. അവന്റെ വഞ്ചനയിൽ നീ അകപ്പെട്ടു പോകും. അവസാനം അത് മനസ്സിലാക്കുന്നത് യാതനാ സ്ഥലത്ത് പോയി വീഴുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്ര ശക്തമായ മുന്നറിയിപ്പ് തരുന്നത്. ഹല്ലേലൂയ. അനേകർ സാത്താന്റെ പ്രവർത്തനങ്ങളിൽ കിടന്ന് ഞെളിവിരി കൊള്ളുക. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ആവശ്യത്തിന് ഭൗതികമുണ്ട്. എന്താ കാര്യം? സാത്താൻ തോൽപ്പിച്ചിട്ടിരിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് നീ പിശാചിനോട് യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ പിശാചി നിന്നെ തകർത്ത് കളയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരില്ലല്ലോ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, നന്മയായി തീരട്ടെ, വിടുതലായി തീരട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവ ഇഷ്ടം ചെയ്ത് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്തതിനോ ഇത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന 1 Thessalonians 5:13 മുതൽ 10:20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അവിടെ ഉണ്ട്. അത് വായിച്ചു പഠിച്ചുകൊള്ളുക. ആ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ജനത മുഴുവൻ പിശാചി തെറ്റിച്ചിട്ടിരിക്കുക. ഇന്നത്തെ ന്യൂ ജനറേഷൻ ലോക മനുഷ്യരെ മുഴുവൻ തെറ്റിച്ചിട്ടിരിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസം മേഖല മുഴുവൻ പിശാചി തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. MDM-ഉം സ്വത്രം, അതുപോലെ കഞ്ചാവും, മാൻഡ്രക്സ്, പ്രൊഡോണ, ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ത്രസിച്ചിരിക്കുക. ഞങ്ങൾ MDM-ന്റെ ആൾക്കാരാണെന്ന അവർ തന്നെ സ്വയം പറയുക. അവരുടെ പേരെ പോലീസ് പാഞ്ഞുകൊണ്ട് എത്ര പേരെന്ന് വെച്ചാൽ പോലീസ് പിടിക്കും. ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കും, ഞങ്ങളുടെ സ്കൂൾ മുഴുവൻ നശിച്ചു പോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ, നന്നാക്കി എടുക്കാൻ പറ്റാത്ത നിലയിൽ അവർ നശിച്ചു പോയി. പെന്തക്കോസ്തുകാരാ, നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങൾ ദൈവകൃപ നിലനിൽക്കണമെങ്കിൽ അവരുറങ്ങുമ്പോൾ നീ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കണം. അവരുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അവരെ ദൈവവചനം വായിക്കാൻ പ്രേരിപ്പിക്കണം. അവരെ ദൈവവചനം പഠിപ്പിക്കണം. തിരുവെഴുത്തുകളെയും ദൈവശക്തി മര്യാദകൾ തെറ്റിപ്പോകുന്നെന്ന് അവരോട് പറയണം. തിരുവെഴുത്തുകളെ അറിയണം. തിരുവെഴുത്തുകളെ നന്നായി ഗ്രഹിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ തെറ്റിച്ച് കളയുമെന്ന് മനസ്സിലാക്കണം. ലോകത്തിന്റെ വിദ്യാഭ്യാസ മേഖല, രാഷ്ട്രീയ മേഖല, മതമേഖല, ഭക്തി മേഖല എല്ലാം പിശാച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. അവന്റെ പൂണിയിൽ കിടന്ന് വിലസുന്ന കുറെ രാഷ്ട്രീയക്കാരും കുറെ ലോക നേതാക്കന്മാരും കുറെ മത നേതാക്കന്മാരെല്ലാം കൂടി കിടന്ന് സ്വത്രം കുഴഞ്ഞു മറിഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ അയ്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുക. അതേ, മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നൽകി നിന്റെ കുടുംബം രക്ഷപ്പെടാം. കർത്താവിൽ വിശ്വസിക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനങ്ങൾ വായിക്കുക, പഠിക്കുക, അതനുസരിക്കുക. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരെ ചപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് കൊണ്ട് ഒരുങ്ങുവാൻ ഈ ചെറിയ പ്രബോധനം നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ഇത് പ്രസംഗിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല.
ദൈവസഭ ഒരുങ്ങണം, കർത്താവിൻ്റെ ഒരു പോണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.